വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ വാണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലൻഡേഴ്സ് ഓൺ ദ എർത്ത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഇന്നിടാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കണ്ടോ കുഞ്ഞുങ്ങളെ, ഇതൊന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ തരാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ളിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. എന്നാലും ഞാനങ്ങ് ഓടിച്ചിട്ടെന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ കണ്ടോ, 2 ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രൻ്റെ മനോഹാരിതയിൽ ആകാശം എത്ര സുന്ദരമാണ്, മുത്തുകൾ വാരി വിതറിയതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു, അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു അതൊരു ഗ്രഹമാണ് അല്ലേ. അത്ഭുതത്തോടെ നോക്കി നിന്ന ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു അതാണ് ശുക്രൻ. അപ്പോൾ നീനു ചോദിച്ചു, ഗ്രഹമായിട്ട് കൂടി ശുക്രൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും കൗതുകത്തോടെ നീനുവിനെ നോക്കി. പിന്നീട് അങ്ങോട്ട് ആകാശത്തിലെ അത്ഭുത കാഴ്ചകളുടെ കെട്ടഴിയുകയാണ് എന്നാണ് ഈ ബോക്സിനകത്ത് കണ്ടോ. ഇതൊരു ഡയറിയാണ്. അതായത് പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ രാത്രിയിലെ ആകാശ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചില്ലേ? യാത്രയ്ക്ക് ശേഷം അപ്പു എഴുതിയ ഒരു വിവരണം ശ്രദ്ധിക്കൂ എന്നൊരു ബോക്സാണ് നിങ്ങളെ ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു തരണേന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കണേ നിങ്ങളെ. അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജിൽ കണ്ടോ, ഈ പേജ് കണ്ടോ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പം നോക്കിക്കേ, രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് എന്തുകൊണ്ടാണ്? കാരണങ്ങളൊന്നും എഴുതൂ എന്നാണ് ചോദ്യം. എന്താ നിങ്ങളെ, വാട്ട് ഈസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു അസ് ഡ്യൂറിങ് ഡേ ടൈം, റൈറ്റ് ഡൗൺ ദ റീസൺസ്. ചോദ്യം എന്താ നിങ്ങളെ, നോക്കിക്കേ. ഒന്നാമത്തെ ചോദ്യം നോക്കണേ. വൈ ഈസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു അസ് ഡ്യൂറിങ് ഡേ ടൈം. പകൽ സമയത്ത് ആകാശ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് ദ സണ്ണ്, സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ടും, ക്ലൗഡ്സ്, മേഘങ്ങൾ ഉള്ളതുകൊണ്ടും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ഗ്യാസ് മോളിക്യൂൾസ്, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും വാതക തന്മാത്രകളും ഒക്കെ ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, how do you understood that the presence of the sun is the reasons for this? The sun is a star. ഒരു മാർക്കിന് ചോദിക്കുന്ന നിങ്ങൾ കേട്ടോ. എന്താ? സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൺ ഈസ് എ സ്റ്റാർ. ദ സൺ ഈസ് ആൾസോ ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദി എർത്ത്. ദർ ആർ മെനി അതർ സ്റ്റാർസ് വിച്ച് ആർ ബിഗർ ദാൻ ദ സൺ. എന്ന് വെച്ചാൽ എന്താ, സൂര്യൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ, സൂര്യൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം വേറെയും നക്ഷത്രങ്ങളുണ്ട് കേട്ടോ. ഇനി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി നമുക്ക് കാണുന്നില്ലേ? ഇല്ലേ? ഡോണ്ട് ദ സ്റ്റാർസ് ലുക്ക് സോ സ്മാൾ ഫ്രം ദ എർത്ത്? വൈ? അങ്ങനെ ഒരു ചോദ്യമുണ്ട് അല്ലേ. നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതിന് മുമ്പ് നോക്കൂ നിങ്ങളെ, ഗാലക്സി എന്നാൽ എന്ത്? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്നാലും ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞതാണ്, വിച്ച് ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്? സണ്ണാണ്. ഇൻ വിച്ച് സെലസ്റ്റിയൽ ബോഡി എമംഗ് ദീസ് ഡു വി ഇൻഹാബിറ്റ്? എർത്താണ്. എന്ന് വെച്ചാൽ നാം അധിവസിക്കുന്ന ആകാശഗോളം ഏതാണ്? അതൊക്കെ ഒരു മാർക്കിൻ്റെ ആണ് കുഞ്ഞുങ്ങളെ, ഭൂമിയാണ് കേട്ടോ. ഫസ്റ്റ് പേജിനകത്തിൽ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തിലെ നോക്കൂ കുഞ്ഞുങ്ങളെ, രണ്ടാമത്തത്, വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ? നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ വളരെ ചെറുത്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ ആ ഉത്തരവും കേട്ടോ. ആ ചോദ്യം നോക്കിയായിരുന്നു. സ്റ്റാർസ് ലുക്ക് സോ സ്മാൾ ഫ്രം ദ എർത്ത്. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർ വളരെ ചെറുതായിട്ട് തോന്നാൻ കാരണം അവിടെ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റാർസ് അപ്പിയർ സ്മാൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം ദ എർത്ത് കേട്ടോ. അതിൻ്റെ ആൻസർ നമുക്ക് എഴുതണ്ടല്ലോ, തന്നിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. സ്റ്റാർസ് ആർ ജയന്റ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലൂമിനിസെന്റ്. ദേ എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്
കേട്ടോ. അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി വൈ ഡു സ്റ്റാർസ് ടിങ്കിൾ, എന്തുകൊണ്ടാണ് സ്റ്റാർസ് തിളങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്, നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്. ലൈറ്റ് എമിറ്റ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൺസ്റ്റന്റ്ലി ഡിഫ്ലക്റ്റഡ് as it passes through the atmosphere. Therefore the stars seems to tingle when we look at them from the earth. കണ്ടോ എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ, നമുക്ക് ഇംഗ്ലീഷുകാരും മലയാളം. ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ കോൺസ്റ്റന്റ്ലി ഡിഫ്ലക്റ്റഡ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. ദെയർഫോർ ദ സ്റ്റാർസ് സീംസ് ടു ടിങ്കിൾ വെൻ വി ലുക്ക് അറ്റ് ദം ഫ്രം ദ എർത്ത്. എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നതെന്ന്. മനസ്സിലായോ? സൂര്യൻ ഉദിക്കുന്ന സമയത്തോ അസ്തമിക്കുന്ന സമയത്തോ പ്രകൃതി ഭംഗി വ്യക്തമാക്കുന്ന നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കാൻ ടെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രോ ദ പിക്ചർ. കുഞ്ഞുങ്ങളെ, ഡ്രോ ദ പിക്ചർ ഷോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. സം സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൌണ്ട് ദ സൺ. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സൺ ആൻഡ് ദ സെലസ്റ്റിയൽ ബോഡീസ്. നമ്മൾ ടെസ്റ്റ് വായിച്ച് അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഞങ്ങൾക്ക് പോവുക. അപ്പോൾ അത്രയും 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എല്ലാം കൊണ്ട് ഫോട്ടോ ഇട്ടേ വെച്ചേക്കാം കുഞ്ഞുങ്ങളെ കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ ഇടണേ, കാരണം കോപ്പി എടുക്കേണ്ടവർക്കും ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞങ്ങ് പോവാം. അടുത്തൊക്കെ എ പാർട്ട് ഫ്രം ദ സൺ വിച്ച് ആർ ദ other celestial bodies there in the picture. ഇവിടെ നോക്കണേ, ചിത്രത്തിൽ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങൾ നമുക്ക് കാണപ്പെടുന്നുണ്ട്. സൂര്യനെ കൂടാതെ ഏതെല്ലാം നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഇൻ വിച്ച് സെലസ്റ്റിയൽ ബോഡി എമംഗ് ദീസ് ഡു വി ഇൻഹാബിറ്റ്. ദ എർത്ത് ഈസ് എ പ്ലാനറ്റ്. വാട്ട് ആർ പ്ലാനറ്റ്? പ്ലാനറ്റ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൌണ്ട് ദ സൺ. എന്താണ് പ്ലാനറ്റ് എന്ന്? ദേ കാനോട്ട് എമിറ്റ് heat or light by themselves. Planet get their heat and light from the sun. Check out the list to find out which planet revolve around the sun and what are the characteristics of each of them. ഞാൻ ടെസ്റ്റ് മലയാളം വായിച്ച് ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം അർത്ഥവും പറയുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞ ടെസ്റ്റ് ഫുള്ള് വായിക്കേണ്ടതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് എവിടെയാണോ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് അവിടെ പോസ് ചെയ്തിട്ടിട്ട് കേട്ടോ, അത് കറക്റ്റായിട്ട് ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ പോണേ, അല്ലെങ്കിൽ തീരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമുക്കിവിടെ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങൾ ഇതിൽ നമ്മുടെ ഈ ചിത്രത്തിൽ കാണപ്പെടുന്നുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ടോ ചിത്രം നിങ്ങൾ നോക്കണേ നിങ്ങളെ. നാം അധിവസിക്കുന്ന ആകാശഗോളം ഇതിൽ ഏതാണ്? ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് ഈ ഗ്രഹം എന്ന് വെച്ചാൽ പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ എന്താണ് ഈ പ്ലാനറ്റ്? ഗ്രഹങ്ങളെന്ന് വെച്ചാൽ എന്താണ്? മൊത്തം 9 ഉണ്ടായിരുന്നു നിങ്ങൾ. ഇപ്പോൾ 8 പഠിച്ചാൽ 8 കേട്ടോ. മെർക്കുറി എന്ന് വെച്ചാൽ ബുധൻ, വീനസ് ശുക്രൻ, എർത്ത് ഭൂമി, മാർസ് ചൊവ്വ, ജുപ്പിറ്റർ വ്യാഴം, സാറ്റേൺ ശനി, യുറാനസ് തന്നെയാണ്, നെപ്റ്റ്യൂൺ തന്നെയാണ്. ഇത് എഴുതി എടുക്കണേ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അപ്പോൾ 6 ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ പറഞ്ഞു എന്താണ് ഈ പ്ലാനറ്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. എന്താ നിങ്ങളെ പ്ലാനറ്റ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൌണ്ട് ദ സൺ. ദേ കാനോട്ട് എമിറ്റ് ഹീറ്റ് ഓർ ലൈറ്റ് ബൈ ദംസെൽസ്. പ്ലാനറ്റ് ഗെറ്റ് ദെയർ ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ. അതായത് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. എന്താണ് ഈ ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. നമ്മൾ ഈ പറഞ്ഞ ഈ 8 ഗ്രഹത്തിനും എന്താ നിങ്ങളെ സ്വന്തമായിട്ട് ചൂടോ പ്രകാശമോ ഒന്നും പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഈ ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും എല്ലാം കിട്ടുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ പ്ലാനറ്റ്സിനെ കുറിച്ച് ഒരു ചോദ്യം എന്തായാലും കാണും. അപ്പോൾ അതങ്ങ് എഴുതിക്കോണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളുടെ ടെസ്റ്റിലാണെങ്കിൽ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. എ പാർട്ട് ഫ്രം ദ പ്ലാനറ്റ് വിച്ച് ആർ ദ അതർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് ദ സൺ. ഗ്രഹങ്ങൾ കൂടാതെ സൂര്യനെ വലം വയ്ക്കുന്ന മറ്റ് ആകാശഗോളങ്ങൾ എന്തെല്ലാം ഉണ്ടോ? ഈ ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ ആകാശത്ത്? അല്ല, ഡ്രാഫ്റ്റ് പ്ലാനറ്റും ഉണ്ട്, ആസ്ട്രോയിഡ്സും ഉണ്ട് കേട്ടോ. ആ പേര് രണ്ടും നല്ലപോലെ സ്പെല്ലിങ് പഠിക്കണേ. ഡ്രാഫ്റ്റ് പ്ലാനറ്റ് DWART ആണ്, F ആണ് ഡ്രാഫ് കണ്ടോ.
പ്ലാനറ്റ് ക്ഷുദ്രഗ്രഹങ്ങളിലാണെന്ന് വെച്ചാൽ ആസ്ട്രോയിഡ്സ് കുള്ളൻ ഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഈ സോളാർ സിസ്റ്റം, സൗരയൂഥം എന്നാൽ എന്താണ്? എന്താ പറഞ്ഞാൽ ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ 8 പ്ലാനറ്റ്സ് ഓർബിറ്റ് ദ സൺ, ദെയർ സാറ്റലൈറ്റ്, ഡ്രാഫ്റ്റ് പ്ലാനറ്റ്, ആസ്ട്രോയിഡ്സ്, മെറ്റോഡ്സ് ആൻഡ് കോമറ്റ്. ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഇതിലെല്ലാം പേരറിയണേ നിങ്ങൾ കേട്ടോ. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് കേട്ടോ, ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണ് നമ്മുടെ സൗരയൂഥം. നമ്മുടെ സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ചേരുന്നതാണെന്ന് ഓർത്തോണേ നിങ്ങൾ കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പം നമ്മുടെ ടെസ്റ്റിൽ പ്ലാനറ്റ്സുകളെ കുറിച്ച് തന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഓരോ മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഒരു മാർക്കിൻ്റെ. അതായത് മെർക്കുറി എന്ന് വെച്ചാൽ ബുധൻ, ക്ലോസസ്റ്റ് ടു ദ സൺ, സണ്ണിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് മെർക്കുറി. പിന്നെ വീനസ് അല്ലേ, പ്രഭാത നക്ഷത്രം നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നതാണ് വീനസ് കേട്ടോ. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീടായാലും നിങ്ങൾക്ക് ഇത് വേണ്ടുന്നതാണ് കേട്ടോ. ക്ലോസസ്റ്റ് ടു ദ സണ്ണ്, മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് വീനസിനെയാണ്. പിന്നെ ഒൺലി പ്ലാനറ്റ് ഇൻ ലൈഫ് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ ജീവൻ നിലനിൽക്കുന്ന, ഇപ്പം ഈ 8 ഗ്രഹങ്ങളുണ്ടെങ്കിലും ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയാണ് കേട്ടോ. പിന്നെ ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് മാർസ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും വലിയ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ജുപ്പിറ്റർ ആണ്. ജുപ്പിറ്റർ എന്ന് വെച്ചാൽ വ്യാഴം. ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിപ്പത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്നത് നമ്മുടെ സാറ്റേൺ, ശനിയാണ്. ദ കോൾഡസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ അല്ലേ, ഇതിനെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ നെപ്റ്റ്യൂൺ വരുന്നത്. അപ്പോൾ ഏറ്റവും അകലെ, ഫർദർ ഫ്രം ദ സണ്ണ് ഏതാണ്, സൂര്യനേക്കാൾ ഒരുപാട് ദൂരെ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ നെപ്റ്റ്യൂണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ വരിയാണ് നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. അത്രയും ഓക്കെ ആണോ നിങ്ങളെ? അപ്പം നോക്കിയ സോളാർ സിസ്റ്റം വരെ നമ്മൾ എഴുതി. അടുത്തത് നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് ഈ സാറ്റലൈറ്റ്, ഉപഗ്രഹം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. എന്നാൽ എന്താ നിങ്ങളെ, ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും, പ്ലാനറ്റ്സ് അല്ലേ, ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പാതയിലൂടെ പടം കണ്ടാൽ നിങ്ങൾക്കറിയാം, അതിനൊക്കെ പോകാൻ ഓരോ വഴിയുണ്ട്. ഈ പാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ പ്ലാനറ്റ് ഇൻ ഫിക്സഡ് ഓർബിറ്റ് കേട്ടോ. ഭൂമിയുടെ ഏക ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് നമ്മുടെ ചന്ദ്രനാണ്. ദ ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് മൂണാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ, ഒരു മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അപ്പോൾ നമ്മുടെ ടെസ്റ്റിലെ എന്താണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പേജ് നമ്പർ 164 കണ്ടോ നിങ്ങളെ, ഇതിനകത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനതൊന്ന് ഓടിച്ചിട്ട് പറയാം. അതായത് സൂര്യനെയും അതിനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെയും ചിത്രങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇത്രയും നേരം അല്ലേ. ഇപ്പുറത്തെ പേജിനകത്തുള്ള ഈ കൊടുത്തിരിക്കുന്ന അതാണ് കണ്ടി, ഇത് നിങ്ങളുടെ ടെസ്റ്റിലുണ്ടല്ലോ. ഇനി ഇപ്പുറത്തെ പേജിൽ ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞത് അല്ലേ. ഗ്രഹങ്ങൾ മാത്രമാണോ നമ്മുടെ സൂര്യനെ വലം വയ്ക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നോ? ആണോ? അല്ല. പിന്നെയോ വേറെ കുറേ ഏതൊക്കെയാ, കുള്ളൻ ഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് പരീക്ഷയ്ക്ക് അതൊക്കെ ഞാൻ എഴുതി ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്. ഡ്രാഫ്റ്റ് പ്ലാനറ്റും ആസ്ട്രോയിഡ്സും കേട്ടോ. ഇനി എന്താണ് സോളാർ സിസ്റ്റം എന്ന് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ സണ്ണ്, 8 പ്ലാനറ്റ് ഓർബിറ്റ് ദ സണ്ണ്, ദർ സാറ്റലൈറ്റ്, ഡ്രാഫ്റ്റ് പ്ലാനറ്റ്, ആസ്ട്രോയിഡ്സ്, മെറ്റോഡ്സ് ആൻഡ് കൊമറ്റ്സ്. ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം അല്ലേ. ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ തന്നെയാണ് അല്ലേ. ഇനി ഒരു ബോക്സ് കണ്ടോ നിങ്ങൾ, ഇത് അതായത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. ആരാ നിങ്ങളെ? നമ്മുടെ സൗരയൂഥത്തിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ ആരാ? സൂര്യനാണ് അല്ലേ. ഈ സൂര്യനാണെന്ന് നമ്മുടെ ലോകത്തോട് പറഞ്ഞ വ്യക്തിയാണ് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് പേര് വായിക്കാൻ അറിയണമെന്നില്ല. ഇദ്ദേഹം പോളണ്ടുകാരനായ ഒരു വാനശാസ്ത്രജ്ഞനാണ് കേട്ടോ, പോളിഷ് ആസ്ട്രോണമർ.
സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ സണ്ണാണെന്ന് നമ്മുടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. പേരറിയണേ കേട്ടോ, ആ ബോക്സിനകത്ത് കിടക്കുന്നത്. ഇനി അതുപോലെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം എന്ന് പറയുന്നുണ്ട്. എന്താണ് മിൽക്കി വേ ഓഫ് ഗാലക്സി? ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്, ഞാനത് എഴുതിയില്ല കുഞ്ഞുങ്ങളെ, നോക്കിക്കേ. മിൽക്കി വേ ഈസ് എ ഗാലക്സി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ ഓഫ് ഗാലക്സി എന്ന്. ആകാശഗംഗ എന്നും മലയാളം പറയും കേട്ടോ. മിൽക്കി വേ ഓഫ് ഗാലക്സിക്ക് ആകാശഗംഗ, മിൽക്കി വേ ആകാശഗംഗ എന്നും പറയുന്നുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ഇനി എന്താ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. യൂണിവേഴ്സ് അല്ലേ, പ്രപഞ്ചം എന്നാൽ എന്താണ്? യൂണിവേഴ്സിൻ്റെ മലയാളം പ്രപഞ്ചം. ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്. ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് ഗാലക്സി കേട്ടോ. എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന, ബില്യൺസ് ഓഫ് ഗാലക്സികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമ്മൾ കോൺസ്റ്റലേഷൻ എന്നാ പറയുന്നത് അല്ലേ. എന്നാൽ ബില്യൺസ് ഓഫ് ഗാലക്സികൾ ഉൾപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഈ കൊമറ്റ്? മുമ്പ് നമ്മൾ പറഞ്ഞതിനകത്തില്ലേ, സൗരയൂഥത്തിനകത്തിൽ പറഞ്ഞായിരുന്നു കൊമറ്റ് ഉണ്ടെന്ന്. എന്താണ് ഈ കൊമറ്റ്? COMETS കൊമറ്റ്സ്. കമൻ്റ് എന്നല്ല കേട്ടോ, കൊമറ്റ് എന്ന് തന്നെ പറയും. കൊമറ്റ്സ് ആർ റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. ദേ ആർ മെയ്ഡ് ഓഫ് റോക്ക്, ഡസ്റ്റ് ആൻഡ് ഐസ്. Their tails glow in sunlight as they approach the sun. ഇതിൻ്റെ കൊമറ്റ് എന്ന് വെച്ചാൽ വാൽനക്ഷത്രങ്ങളാവും. നിങ്ങൾ ആകാശത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാൽനക്ഷത്രങ്ങൾ? അതായത് സൗരയൂഥത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു വിരുന്നുകാരനാണ് ഈ വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്നും പറയാറുണ്ട്. വാൽനക്ഷത്രങ്ങളുടെ വേറൊരു പേരെന്താ? ധൂമകേതുക്കൾ എന്നൊക്കെ പറയും. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നതാണ് ഈ വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നുണ്ട്. എന്താ നിങ്ങളെ? ദർ ടെയിൽ ഗ്ലോ ഇൻ സൺലൈറ്റ്. അതിൻ്റെ വാല് തിളങ്ങുന്നത് എന്താണ്? സൂര്യപ്രകാശത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോഴാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? ആസ്ട്രോയിഡ്സ്. ആസ്ട്രോയിഡ്സ് ആർ എ സ്മോൾ പ്ലാനറ്റ് ലൈക്ക് ചങ്ക്സ് ഓഫ് റോക്ക് ഫൗണ്ട് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജുപ്പിറ്റർ. നമ്മുടെ ചൊവ്വയും വ്യാഴത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറു ഗ്രഹങ്ങളുണ്ട്. ചൊവ്വയും ഇതുപോലുള്ള ഇതുപോലുള്ള കണ്ടോ, പാറക്കല്ല് പോലിരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് ആസ്ട്രോയിഡ്സ്. അത് നമ്മുടെ ഗ്രഹങ്ങൾ വട്ടം കറങ്ങുന്നില്ലേ, അതിൻ്റെ ഇടയ്ക്കായിട്ട്, ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറു ഗ്രഹങ്ങൾ പോലെ ഉള്ളതിനെ എന്ത് പറയുന്നത്? ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ. മലയാളം കേട്ടോണ്ടോ ക്ഷുദ്രഗ്രഹങ്ങൾ. ഇനി അതുപോലെ ഡ്രാഫ്റ്റ് പ്ലാനറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കുള്ളൻ ഗ്രഹങ്ങൾ. കുള്ളൻ അല്ലേ എന്ന് വെച്ചാൽ ചെറിയ. ഡ്രാഫ്റ്റ് പ്ലാനറ്റ് ആർ സ്മാളർ ആൻഡ് സ്പെറിക്കൽ ഒബ്ജക്റ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ദാറ്റ് ഓർബിറ്റ് റൗണ്ട് ദ സൺ. സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ്. ഇത് ചെറുത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു ഷേപ്പില്ല, ഉണ്ടോ? എങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ ഇതിന് ഷേപ്പുണ്ട്. സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതുമാണ്. ഇത് ആകൃതിയിലുള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഫ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത് നോക്കി, എന്താണ് മെറ്റോർസ്? METEORS മെറ്റോർസ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? മെറ്റോർസ്, മെറ്റോർസ്. അതായത് ഉൽക്കകളാണ്. നമ്മൾ പറയത്തില്ല ഉൽക്കകൾ, മലയാളം എല്ലാം അറിഞ്ഞിരിക്കണം. ഉൽക്കകൾ അതായത് അതൊന്നും ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല, കാരണം ഇതെല്ലാം കുറേശ്ശെ നമ്മുടെ ടെസ്റ്റിലുള്ളത് കൊണ്ട് സെപ്പറേറ്റ് എഴുതിയില്ല. ഈ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും, അതായത് മെട്രോയിഡ്സ് ആർ പീസ് ഓഫ് റോക്ക് ദാറ്റ് എൻ്റർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ അറ്റ് ഹൈ സ്പീഡ് ഫ്രം ആസ്ട്രോയിഡ്സ് ആൻഡ് ദ ലൈക്ക്. At night, they are seen as fast moving spark in the sky. They burn out in a few seconds. They are locally called എന്തോ ഇനി പറയുന്നത്? കൊള്ളിമീനുകൾ എന്നാ പറയുന്നത്. കൊള്ളിമീൻ കേട്ടോ. എങ്ങനെയുണ്ട്? അതായത് നമ്മുടെ ഈ ക്ഷുദ്രഗ്രഹങ്ങളിൽ മറ്റു ഭൂമിയിൽ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ഒരു ശിലാ കഷ്ണമാണ്. ചെറിയ പീസ് ഉണ്ടോ നിങ്ങൾ? ചെറിയ കഷ്ണങ്ങൾ ഉണ്ട്. അങ്ങനെ കഷ്ണങ്ങളായിട്ട് പോകുന്നതാണ് ഈ ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇത് രാത്രി സമയങ്ങളിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് ഇത് കാണപ്പെടുന്നുണ്ട്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു.
പ്രാദേശികമായി ഇവയെ കൊള്ളിമീനുകൾ എന്നാണ് ഈ ഉൽക്കകൾ അല്ലെങ്കിൽ മെറ്റോഡ്സിനെ അറിയപ്പെടുന്നത്. കൊള്ളിമീൻ, ചിലപ്പോൾ അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്ന കേട്ടോ. കൊള്ളിമീൻ എന്നറിയപ്പെടുന്നത് എന്തോത്തിനെയാണ്? മെട്രോയിഡ്സ്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി നോക്കിയേ, എന്താണ് ഈ സാറ്റലൈറ്റ്? മുമ്പ് നമ്മൾ പറഞ്ഞത് അല്ലേ, സാറ്റലൈറ്റ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ പ്ലാനറ്റ് ഇൻ ടു ഫിക്സഡ് ഓർബിറ്റ്. ദ മൂൺ ഈസ് ദ ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. അത് ഞാൻ നോട്ടിനകത്തിൽ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിക്കോ നിങ്ങളെ, നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ കേട്ടോ, നക്ഷത്രമാസം അല്ലെങ്കിൽ സൈഡേറിയൽ മന്ത്, സൈഡേറിയൽ മന്ത് കേട്ടോ. സിഡേറിയൽ എന്ന് പറഞ്ഞാലും മതി, കാരണം സ്പെല്ലിങ് അപ്പം നമുക്ക് SID സൈഡാന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് വെച്ച് ഇത് തെറ്റെന്നുള്ളത് കൊണ്ടാണ് സൈഡ് റിയൽ അല്ലേ, സിഡേറിയൽ എന്നാണ്, സൈഡ് റിയൽ സ്പെല്ലിങ് തെറ്റല്ലേ നിങ്ങളെ. മന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നക്ഷത്രമാസം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നോക്കിക്കേ, നക്ഷത്രമാസം. അതായത് ദ മൂൺ ടേക്ക് അബൌട്ട് 27.3 days ടു ഓർബിറ്റ് ദ എർത്ത് വൺസ്. ദിസ് ഈസ് കാൾഡ് സിഡേറിയൽ മന്ത്. എന്ന് വെച്ചാൽ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ, കേട്ടോണോ നിങ്ങളെ, ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരും. ഇതാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് താഴെ പടം കൊടുത്തേക്കുന്നുണ്ടോ, ഒബ്സർവ് ദ ഓർബിറ്റ് ഓഫ് ദ പ്ലാനറ്റ് കേട്ടോ. ഇതിന് വായിച്ച്, കാരണം നമുക്ക് നോട്ടൂടെ പറയേണ്ടതുകൊണ്ടേ ഒരു ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്. സൗരയൂഥത്തിൻ്റെ ചിത്രത്തിൽ ഇവിടെ നോക്കൂ നിങ്ങളെ, ഇത് സൗരയൂഥം, അതായത് സോളാർ സിസ്റ്റത്തിൻ്റെ ഈ പടത്തിൽ ഈ പ്ലാനറ്റ്സിൻ്റെ സഞ്ചാരപാത നമ്മൾ നിരീക്ഷിക്കാൻ, സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓർബിറ്റ്? ദ ഓർബിറ്റ് ഈസ് ദി പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് അറൗണ്ട് ദ സൺ. ഓർബിറ്റ് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാം കണ്ടോ. പിന്നെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഈ ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ആരൊക്കെയാ? ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഈ ഗ്രഹങ്ങളെല്ലാം അവിടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട് കണ്ടോ. സ്വയം അതവിടെ കറങ്ങുന്നുണ്ട്. ഇവിടെ നിന്നും അത് കറങ്ങുന്നുണ്ട്. പിന്നെ ഈ വലയം കണ്ടോ, ഇതിനകത്തിൽ കൂടിയും കറങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നോട്ടുണ്ട്. അപ്പം നോക്കിക്കേ, നമ്മളെ ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാന്ന് പറഞ്ഞു. പിന്നെ നക്ഷത്രമാസം എന്നാൽ എന്താണ് അത് പറഞ്ഞു അല്ലേ. ചന്ദ്രൻ്റെ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 അല്ലേ കുഞ്ഞുങ്ങളെ, 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് നക്ഷത്രമാസം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നിങ്ങളെ പറഞ്ഞത് 23.7 എന്നാണ്. ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞതിൽ എഴുതിയത് ശരിയാണ്, ചിലപ്പോൾ ഞാൻ സ്പീഡിൽ വായിച്ചപ്പോൾ തെറ്റിയതായിരിക്കും കേട്ടോ. ദ മൂൺ ടേക്സ് അബൌട്ട് 27.3 days ടു ഓർബിറ്റ് ദ എർത്ത് വൺസ്. ദിസ് ഈസ് കാൾഡ് ദ സിഡേറിയൽ മന്ത് അല്ലെങ്കിൽ സൈഡേറിയൽ എന്നോ എങ്ങനെ വേണമെങ്കിലും വായിക്കാം. സ്പെല്ലിങ് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ 12 ക്വസ്റ്റിൻ്റെ ആൻസർ പഠിച്ചു. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം. എന്താണ് നമ്മുടെ ഭൂമി? എനിക്കൊന്ന് ഇവിടെ ഇതും പറഞ്ഞല്ലേ, ഭ്രമണപഥം ഓർബിറ്റ് എന്നാൽ എന്തെന്നാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് അറൗണ്ട് ദ സൺ. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഓൺ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. It is the gravitational force between the planet and the sun that help the planets move along their fixed orbit. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നത്? സൂര്യനെ വലം വയ്ക്കുന്നത്. പിന്നോ ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ് അവയെ നിശ്ചിത ഭ്രമണത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മലയാളം നോക്കിയിട്ട് കേട്ടോ, ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷ് നമ്മൾ ഫസ്റ്റ് കണ്ടാവും. ഞങ്ങൾ ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണേ. എന്നിട്ട് അതിൻ്റെ മലയാളമാണ് ഈ താഴെ തന്നിരിക്കുന്നത് കേട്ടോ. അത് എഴുതിയെടുത്തിട്ട് നോക്കണേ, കാരണം നമുക്ക് എല്ലാം നോക്കണം കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഇവിടെ വരെ ഞാൻ കഴിഞ്ഞ 1ാമത്തെ പാർട്ടിൽ ഇട്ടതാണ്. എന്നാലും ഞാൻ ടെസ്റ്റ് കൂടെ വായിച്ചു നോക്കുകയെ. അടുത്ത് നമ്മൾ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചാണ്. മെർക്കുറി, നമ്മളത് ടെസ്റ്റിൽ ഓരോ വരി പഠിച്ചായിരുന്നു. ഇത് ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം. മെർക്കുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്. ഇറ്റ് ഹാസ് നോ സാറ്റലൈറ്റ്, ഇതിന് ഉപഗ്രഹങ്ങളില്ല. ഇറ്റ് ടേക്സ് 88 days ടു റിവോൾവ് വൺസ് അറൗണ്ട് ദ സൺ. സൂര്യനെ ചുറ്റാൻ 88 ദിവസം വേണമെന്നാണ്. ഇറ്റ് സ്പിൻസ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് വൺസ് ഇൻ 59 days. സ്വയം കറങ്ങാൻ അതിന് 59 ദിവസവും വേണം. എന്താണ്? സൂര്യനെ ചുറ്റാൻ 88 ദിവസവും അത് സ്വയം കറങ്ങാൻ 59 ദിവസവും. ആരാ? മെർക്കുറിയാണ്. ബുധനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 1ാമത്തെ ഗ്രഹം കഴിഞ്ഞു. 2ാമത്തെയാണ് വീനസ് അല്ലെങ്കിൽ ശുക്രൻ. ഇറ്റ് ഈസ് ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദ എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന
പ്ലാനറ്റ് ആണ് നമ്മുടെ വീനസ്. ദിസ് ഈസ് സീൻ സംതിങ് ഇൻ ദ ഈസ്റ്റ്. ഇതിനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ എന്നും, ഈ രാവിലെ ആണെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നും വൈകിട്ടാണെങ്കിൽ അതിനെ ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഭൂമിയെക്കുറിച്ചാണെങ്കിലോ, ദ എർത്ത് ഈസ് ദ ഒൺലി പ്ലാനറ്റ് വെയർ ലൈഫ് എക്സിസ്റ്റ്. നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമി മാത്രമാണ്. ദ പ്രസൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് എയർ, വായുമണ്ഡലത്തിന്റെ സാന്നിധ്യവും ഇതിനകത്തിലുണ്ട്. ഇത് സ്വയം കറങ്ങാൻ ഒരു ദിവസം സൂര്യനെ ചുറ്റാൻ 365 1/4 എന്ന് വെച്ചാൽ കാലം നിങ്ങളെ ദിവസം. ദ എർത്ത് ടേക്ക് 365 1/4 ഡേയ്സ് റിവോൾവ് അറൗണ്ട് ദി സൺ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ഗ്രഹമാണ് ഇത്. ഓർഡറിൽ തന്നെ പഠിക്കണം. ഒന്നാമത്തെ മെർക്കുറി, 2 വീനസ്, 3 ഭൂമി. ഓർഡറിൽ തന്നെ പഠിക്കണേ നിങ്ങളെ. അടുത്ത ഗ്രഹമാണ് മാർസ്. എന്താണ് മാർസ്? അല്ലെ ചൊവ്വ. മലയാളം മീഡിയക്കാർക്ക് ചൊവ്വ. ഇറ്റ് ഹാസ് എ സോളിഡ് സർഫസ് ആണ്. ഇതിൻ്റെ പുറഭാഗം എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയാണ്. ഖരരൂപത്തിലുള്ള ഉപരിതലമാണ്. ഇറ്റ്സ് സർഫസ് ഈസ് റെഡ് ഓർ ഓറഞ്ച് ഇൻ കളർ. ഇനി ഇതിൻ്റെ പുറഭാഗം ചുവപ്പ്, അതുകൊണ്ട് ഇതിനെ റെഡ് പ്ലാനറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറഭാഗം ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്നതുകൊണ്ട് ഇതിനെ റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. ഇറ്റ് ടേക്സ് 687 ഡേയ്സ് ടു റിവോൾവ് അറൗണ്ട് ദ സൺ. ഇത് സൂര്യനെ ചുറ്റാൻ 687 ദിവസമാണ് എടുക്കുന്നത്. മാർസ് എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ സൂര്യനെ ചുറ്റാൻ 687 എല്ലാ ദിവസവും ഓർത്ത് വെച്ചേക്കണം. ഈ 4 മൊത്തം 8 പ്ലാനറ്റ്സ് അല്ലെ ഗ്രഹങ്ങളുള്ളതിലും ഓരോന്നും സൂര്യനെ ചുറ്റാൻ എത്ര ദിവസം എടുക്കുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ഏറ്റവും വലിയ പ്ലാനറ്റ് ആവും ഞങ്ങളെ നമ്മുടെ ജുപ്പിറ്റർ. ലാർജസ്റ്റ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. ദർ ഈസ് എ റിംഗ് റൗണ്ട് ദ പ്ലാനറ്റ്. ഈ ഗ്രഹത്തിന് ചുറ്റും ഒരു വളയമുണ്ട്. ജുപ്പിറ്ററിന് ചുറ്റും ഒരു റിംഗ് ഉണ്ട്, വളയമുണ്ട്. ഇറ്റ് ടേക്സ് 12 years ടു റിവോൾവ് എറൗണ്ട് ദ സൺ. സൂര്യനെ ചുറ്റാൻ 12 വർഷമാണ് ഇതിന് എടുക്കുന്നത് കേട്ടോ. 12 വർഷം എടുക്കും കേട്ടോ. അടുത്ത സാറ്റേൺ അല്ലെങ്കിൽ ശനി. ദിസ് ഇസ് ദ പ്ലാനറ്റ് വിച്ച് ഈസ് വിസിബിൾ ടു ദ നേക്കഡ് ഐസ്. ഭൂമിയിൽ നിന്നും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഒരു ഗ്രഹമാണ് സാറ്റേൺ അല്ലെങ്കിൽ ശനി. സർക്കുലർ റിംഗ്സ് ക്യാൻ ബി സീൻ എറൗണ്ട് ദ പ്ലാനറ്റ്. ഈ ഗ്രഹത്തിന് ചുറ്റും എന്തുണ്ട്? വൃത്താകൃതിയിലുള്ള വളയങ്ങൾ കാണാം. ശനി നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ ഓരോ ഗ്രഹത്തിൻ്റെയും പ്രത്യേകത. ശനിക്ക് എന്തുകൊണ്ട്? ആ റിങ്ങിൽ സർക്കുലർ റിങ്സ് ക്യാൻ ബി സീൻ അറൗണ്ട് ദീസ് പ്ലാനറ്റ്. ഈ ഗ്രഹത്തിന് ചുറ്റും വൃത്താകൃതിയിലുള്ള വളയങ്ങൾ കാണാം. അപ്പോൾ 6 ഗ്രഹമായി. 7ാമത്തെയാണ് നമ്മുടെ യുറാനസ്. യുറാനസിന്റെ പ്രത്യേകത ദർ ആർ നാരോ ആൻഡ് ഡാർക്ക് റിങ്സ് അറൗണ്ട് ദീസ് പ്ലാനറ്റ്. ഈ ഗ്രഹത്തിന് ചുറ്റും ഇടുങ്ങിയതും ഇരുണ്ടതുമായ വളയമുണ്ട്. ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകത അത് ഇടുങ്ങിയതും അതുപോലെ ഇരുണ്ടതുമായ വളയമുണ്ട്. സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ 84 വർഷമാണ് എടുക്കുന്നത്. 84 വർഷമാണ് നമ്മുടെ ഈ യുറാനസ് സൂര്യനെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ. ഇല്ലയോ. അടുത്ത നെപ്റ്റ്യൂൺ. ഇറ്റ് ഗിവ്സ് ദ നെയിം ഓഫ് ദ ഗോൾഡ് ഓഫ് ഓഷൻ. സമുദ്രദേവന്റെ പേരാണ് ഈ ഗ്രഹത്തിന് ഇട്ടിരിക്കുന്നത്. എന്താ നിങ്ങളെ? സമുദ്രദേവന്റെ പേരാണ് ഈ ഗ്രഹത്തിന് ഇട്ടിരിക്കുന്നത്. ഇത് സ്വയം കറങ്ങാൻ 12 മണിക്കൂർ എടുക്കുമെന്ന്. ഇത് സ്വന്തമായിട്ടൊന്ന് കറങ്ങാൻ 12 മണിക്കൂർ. അപ്പം എല്ലാ 8 ഗ്രഹങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇതിന് വേറെ പേര് വല്ലതും ഉണ്ടോ? ഏറ്റവും വലുതാണോ ചെറുതാണോ? മറ്റ് പേരുകളുണ്ടോ? ഇത് സ്വയം കറങ്ങാൻ എത്ര സമയം എടുക്കുന്നു? സൂര്യനെ ചുറ്റാൻ ഇത് എത്ര സമയം എടുക്കുന്നു? ഈ 4 പോയിന്റ് മിനിമം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഭൂമി, അവർ എർത്ത് അല്ലേ. ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അതാണ്ടേ അവർ എർത്ത്. ആ പിക്ചർ നോക്കണേ നിങ്ങൾ. അതാണ്ടേ, അതായത് റീഡ് വാട്ട് ആസ്ട്രോണറ്റ് സുനിത വില്യംസ് ഹാഡ് ടു സേ അബൌട്ട് ദ എർത്ത്. നോക്കിയേ, ദ എർത്ത് ലുക്ക്ഡ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ. വി കുഡ് വാച്ച് ഇറ്റ് 4 hours ത്രൂ ദ വിൻഡോ ഓഫ് ദ സ്പേസ് സ്റ്റേഷൻസ്. വി കുഡ് സീ ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. നമ്മുടെ സുനിത വില്യംസ് കണ്ടോ, അത് അവർ പറഞ്ഞ എന്താണെന്ന് അറിയോ? ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് നമ്മുടെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് എന്താവും ഞങ്ങളെ? അതായത് ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനവുമായിട്ട് അത് അവർക്ക് തോന്നിയെന്ന്. ബഹിരാകാശ നിലയത്തിൻ്റെ ജനലിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നോക്കി കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്നാണ് നമ്മുടെ സുനിത വില്യംസ് പറയുന്നത്. പിന്നെ നോക്കിയേ, സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശത്തെക്കുറിച്ചാണ് അടുത്ത ബോക്സ്. സ്പേസ് കണ്ടോ, ബഹിരാകാശം.
അതായത് സ്പേസ് ഈസ് ദ ഏരിയ ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഔട്ട്സൈഡ് എ സെലസ്റ്റിയൽ ബോഡി. എക്സ്പെർട്ട് ആർ സെൻഡ് ടു ദ സ്പേസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഫോർ എക്സ്പെഡിഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ഈ ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. ദ എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം വെയർ ലൈഫ് എക്സിസ്റ്റ്. ദ എർത്ത് ഹാസ് യുണീക്ക് സ്പെരിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം. നമ്മളിപ്പോൾ 8 ഗ്രഹത്തെക്കുറിച്ച് പഠിച്ചെങ്കിലും ജീവനുള്ളവ ഏതാ? നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായിട്ട് വീർത്തതുമായ ഗോളാകൃതിയാണ്. അതുകൊണ്ട് ഇതിനെ ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം നമുക്ക് ഭൂമി എന്താണ്, നമുക്ക് അതിൻ്റെ നോട്ട് വേണ്ടായോ നിങ്ങളെ? അത് നോക്കിക്കോ. നമ്മുടെ ഭൂമിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? The Earth is the only planet in the solar system where life exists. The Earth has a unique spherical shape. It is a spherical with the poles slightly flattened and the equator slightly bulged. This shape is known as geoid. The terms geoid means the shape of the earth. എന്താണെന്ന് വെച്ചാൽ സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖ ആ ഭാഗം ചെറുതായിട്ടൊന്നും വീർത്തതുമായ ഗോളാകൃതിയാണ് ഇതിന്. അതുകൊണ്ട് ഈ ആകൃതിയെ നമ്മൾ ജിയോയിഡ് എന്ന് കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ജിയോയിഡ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ട നിങ്ങളെ. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം കേട്ടോ. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഞാൻ സൂം ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം കേട്ടോ. ഇംഗ്ലീഷ് എഴുതുക, മലയാളംകാര് മലയാളം നമ്മുടെ ഭൂമിയെക്കുറിച്ച് എഴുതാൻ. ഇനി എർത്ത് ലുക്ക് ലൈക്ക് എ ബ്ലൂ സ്ഫിയർ ഫ്രം സ്പേസ്. നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത് അല്ലേ? നീലഗോളമായിട്ട് നമ്മുടെ ഭൂമിയെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന്. ദ എർത്ത് ലുക്ക് ലൈക്ക് എ ബ്ലൂ സ്ഫിയർ ഫ്രം സ്പേസ് ബിക്കോസ് എബൌട്ട് 74% ഓഫ് ദ എർത്ത് സ്പേസ് ഈസ് വാട്ടർ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമായതിനാലാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ബ്ലൂ കളറിൽ നമ്മുടെ ഭൂമി കാണപ്പെടുന്നത്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ കളർ ഓഫ് ദ ഗ്ലോബ് ദ മോഡൽ ഓഫ് ദ എർത്ത്. നമ്മുടെ ഭൂമിയുടെ മാതൃകയായ ഗ്ലോബിൽ ഏത് നിറമാണ് നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്? ബ്ലൂ കളറാണ് അല്ലേ? നീല നിറമാണ്. അപ്പോൾ 17 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ടോ നിങ്ങളെ? 17 ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ പ്രധാനപ്പെട്ട എല്ലാം 1 മാർക്കിൻ്റെ ഒക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത നോക്കിക്കോ നിങ്ങളെ. ടെസ്റ്റിലെ നമ്മുടെ നീല ഒരു ബോക്സ് കണ്ടോ? The Indian scientist Aryabhatta believed that the earth was spherical and rotated on its imaginary axis. Greek philosophers such as അദ്ദേഹത്തിൻ്റെ പേര് നല്ലപോലെ നോക്കണോ നിങ്ങളെ? തെയിൽസ് എന്നാണ് കേട്ടോ. തെയിൽസ്. അതുപോലെ തന്നെ പൈതഗോറസ് തിയറിയൊക്കെ മാത്സ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ എന്നിവരും കേട്ടോ. ഈ 3 പേര് ഓർത്തോണേ. തെയിൽസ്, Pythagoras and Aristotle also believed that the earth was spherical. Later the navigator Magellan's the circumnavigations of the world proved that the earth is round. ഇച്ചിരി സ്പീഡിൽ പോകുന്ന നമുക്ക് നോട്ടും കൂടെ പറയേണ്ടതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ. അതായത് ഭാരതീയ ശാസ്ത്രജ്ഞന്മാരായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും. ആരാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞത്? നമ്മുടെ ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചവരുന്നതാണ്. എന്നാൽ പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. നോക്കണേ, അത് എത്ര പേര് എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന് അത് അറിയണേ നിങ്ങൾ കേട്ടോ. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടനാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞത്. ഈ ഗോളാകൃതിയാണെന്ന് നമ്മുടെ തെയിൽസും പൈതഗോറസും അരിസ്റ്റോട്ടിലും ഒക്കെ പറഞ്ഞു. ശരിയാ, ഗോളാകൃതിയാണ് നമ്മുടെ ഭൂമിക്കെന്ന്. പക്ഷേ പിന്നെ നമ്മുടെ മെഗല്ലൻ എന്ത് ചെയ്യുന്നറിയോ? ലോകം ചുറ്റിയപ്പോൾ, കപ്പൽ യാത്രയിലൂടെ ലോകം ചുറ്റിയപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു എന്നാണ് പറയുന്നത്. ബഹിരാകാശത്ത് നിന്നുമുള്ള പടമാണ് നിങ്ങൾ. ഇമേജ് ദ എർത്ത് ടേക്ക് ഫ്രം ദ സ്പേസ്. ബഹിരാകാശത്ത് നിന്നും എടുത്തിട്ടുള്ള പടങ്ങളാണ് നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള കേട്ടോ. അപ്പോൾ 166 പേജ് വരെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഭൂമിയെക്കുറിച്ച്.
അടുത്തത് ഒബ്സർവ്. ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനതങ്ങ് എളുപ്പം വായിക്കാം കുഞ്ഞുങ്ങളെ. അതായത് ബഹിരാകാശത്തു നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ നോക്കുക. ഈ ചിത്രങ്ങളിൽ ഭൂമി ഒരു നീല ഗോളമായല്ലേ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത് നീലഗോളം? നമ്മളിപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് എന്തുകൊണ്ടാവും കുഞ്ഞുങ്ങളെ? 71% എന്താണെന്നാ പറഞ്ഞത്? ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. അതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞായിരുന്നു അല്ലേ. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. അറ്റ്മോസ്ഫിയർ എന്നാൽ എന്താണ്? നോക്കൂ നിങ്ങളെ, ഇത് ഒരു മാർക്കിന് ചോദിക്കുന്നത്. ഞാൻ പ്രധാനപ്പെട്ടത് ടെസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത്. കണ്ടോ, എന്താണ് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ്. എന്നാലും പറഞ്ഞത് എന്താ എന്ന് വെച്ചാൽ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ ഒരു പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇനിയോ, ഇറ്റ് കണ്ടെയ്ൻസ് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ നോക്കിയേ? ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ. എന്തൊക്കെയാണ് ഞങ്ങളെ? അന്തരീക്ഷം, വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവയൊക്കെ ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നല്ല നോക്കൂ നിങ്ങളെ. എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഗ്യാസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ. അറ്റ്മോസ്ഫിയർ നോക്കിക്കേ, പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഓഫ് സസ്റ്റെയിനിങ് ലൈഫ് ഓൺ ദ എർത്ത് ബൈ റെഗുലേറ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ് കേട്ടോ. അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 വരി എഴുതിയാൽ മതി, ഫുൾ മാർക്കും കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിക്കേ, ഭൂമിയിലെ ചലനങ്ങൾ, മോഷൻ ഓഫ് ദ എർത്ത്. നോക്കണേ നിങ്ങളെ, സ്പീഡിൽ പറഞ്ഞു പോകുന്ന നമുക്ക് ടെസ്റ്റ് വായിക്കുകയും വേണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും എഴുതണം. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന സ്പീഡിലാണെങ്കിലും നിങ്ങളത് കേട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണ്ടേ. ഇവിടെ നോക്കൂ നിങ്ങളെ, 2 പേര് നോക്കിയേ. ഡാഡ്, ഐ ഹാവ് ജസ്റ്റ് ഹാഡ് എ ഡിന്നർ. ഐ ആം ജസ്റ്റ് ഗെറ്റിംഗ് റെഡി ഫോർ ബെഡ്. സൺ, ഹോപ്പ് യു ആർ ഫൈൻ. വി ആർ ഗോയിങ് ടു ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഹിയർ. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഈ പയ്യൻ പറയുന്നതാണ്. അപ്പം 3 സുഖമല്ലേ, ഞങ്ങൾ ഇവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അല്ലോ, മനസ്സിലായോ? അപ്പം ഇവിടെ എന്താണ്, ആ പയ്യൻ ഡിന്നർ കഴിക്കാൻ പോവുക അല്ലേ, അത്താഴം കഴിക്കാൻ പോകുമ്പം അവിടെ നേരം വെളുത്തേ ഉള്ളൂ. 2 പേർക്കും ഒരിടത്ത് രാവിലെ ആയപ്പോൾ ഒരിടത്ത് രാത്രി ആയത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ നിങ്ങൾ കേട്ടോ. അമേരിക്കയിലൊക്കെ നമ്മൾ ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രിയാണ് അല്ലേ, അറിയാമല്ലോ. ലിസൺ ടു ദിസ് കോൺവെർസേഷൻ. എനിക്ക് ഇവിടുത്തെ ഒരു കോൺവെർസേഷൻ നോക്കിയേ. സി ജിനു ഹു ഈസ് വർക്കിംഗ് ഇൻ കാനഡ. നോക്കണേ, അവനെവിടെ? കാനഡയിലാണ്. എൻഗേജ്ഡ് ഇൻ എ വീഡിയോ കോൾ വിത്ത് ഹിസ് പേരൻസ് ഇൻ ഇന്ത്യ. Jinu and his parents live in 2 different places on the earth. Observe the globe and find the locations of Canada and India. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭാഷണം നടന്നല്ലേ. കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായിട്ട് വീഡിയോ കോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അതാണ് ജിനു താമസിക്കുന്നതും മാതാപിതാക്കൾ താമസിക്കുന്നതും ഭൂമിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഒരാൾ കാനഡയിലും ഒരാൾ ഇന്ത്യയിലുമാണ് അല്ലേ. അപ്പോൾ ഗ്ലോബ് നിരീക്ഷിച്ചിട്ട് നിങ്ങൾ കാനഡയുടെയും ഇന്ത്യയുടെയും സ്ഥാനം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ 2 സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായത്? എന്തുകൊണ്ടാവും നിങ്ങളെ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. അതിന് മുമ്പേ 1 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങളെ. എന്താണ് ഭ്രമണം? റൊട്ടേഷൻ എന്നാൽ എന്താണ്? നമ്മൾ ഈ റൊട്ടേഷൻ ചെയ്യുകയെന്ന് പറഞ്ഞില്ലേ, കറങ്ങുന്നത്. റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. റൊട്ടേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്നൊരു ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ടേ. പറഞ്ഞു കുഞ്ഞുങ്ങളെ, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വൈ ഈസ് ഇറ്റ് ഫെൽറ്റ് ദാറ്റ് ദ സൺറൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സൺസെറ്റ് ഇൻ ദ വെസ്റ്റ്. ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം ദ വെസ്റ്റ് ടു ദ ഈസ്റ്റ്. That is why we feel that the sun rises in the east and set in the west. എന്ന് വെച്ചാൽ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് കേട്ടോ നിങ്ങളെ. ഭൂമി കറങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഭൂമി എപ്പോഴും കറങ്ങുന്നത് എങ്ങോട്ടാ? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് കേട്ടോ. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യനെ നോക്കണേ നിങ്ങളത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഭൂമിയാണ്, സൂര്യൻ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ ആണോ?
അടുത്ത് നോക്കിക്കോ നിങ്ങൾ ഇവിടെ ഈ പേജ് കണ്ടോ, അതിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് മലയാളം വായിച്ചങ്ങ് പോകുന്നത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ഈ പടം കണ്ടോ, ഡേയും നൈറ്റും, ഭൂമിയുടെ 2 ഭാഗം, സൂര്യൻ നിൽക്കുന്നുണ്ടോ, സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നിടത്താണ് പകൽ സമയം അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പം എന്തുമായിരിക്കും, രാത്രിയായിരിക്കും. അതായത് ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതി മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ അല്ലേ, അതാ ഇവിടെ പറയുന്നത്. the earth is a spherical, only 1/2 of the earth receive sunlight at a time. അതായത് ഈ പടം നോക്കിയാൽ മതി നിങ്ങളെ, ഇത് നമ്മുടെ ഭൂമി ആയതുകൊണ്ട് സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ സൂര്യപ്രകാശം എവിടാണോ എത്ര ഭാഗത്ത്, സ്ഫെറിക്കൽ അല്ലേ, സ്ഫെറിക്കൽ ആയതുകൊണ്ട് എന്താണ് ഇത് പകുതി ഭാഗം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സൂര്യൻ്റെ പ്രകാശം അടിക്കത്തുള്ളൂ. അപ്പോൾ ആ ഭാഗമാണ് പകൽ സമയം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ എന്തായിരിക്കും, രാത്രിയായിരിക്കും. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു, മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയുമായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഭ്രമണം എന്നാൽ എന്താണെന്ന് കേട്ടോ. എന്താ നിങ്ങളെ, റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. ഒരു മാർക്കിൻ്റെ ചോദ്യം അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കി ആ ബോക്സിനകത്ത് നോക്കണേ നിങ്ങളെ, ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം ദ വെസ്റ്റ് ടു ദ ഈസ്റ്റ്, ദാറ്റ് ഈസ് വൈ വി ഫീൽ ദാറ്റ് ദ സൺറൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സൺസെറ്റ്. എന്ന് വെച്ചാൽ എന്താ, മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഭൂമി ഭ്രമണം ചെയ്യുന്നതിന് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. അതാണ് ഒരു ദിവസം, എ ഡേ എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ, ദ എർത്ത് take 23 hours 56 minutes 4 seconds to complete one rotation. ഒരു റൊട്ടേഷൻ നടത്തണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അല്ലേ, 23 hours 56 minutes 4 seconds. അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, ഫില്ലപ്പ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഇനി പരിക്രമണത്തിൻ്റെ ഫലങ്ങൾ, റിസൾട്ട് ഓഫ് റൊട്ടേഷൻ. റിസൾട്ട് ഓഫ് റൊട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടോ നിങ്ങളുടെ റൊട്ടേറ്റ്, ഇവിടെ നോക്കണേ, ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ റവല്യൂഷൻ അത് ഞാൻ എഴുതിയില്ലായിരുന്നു കേട്ടോ. നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് റവല്യൂഷൻ. റൊട്ടേഷനും റവല്യൂഷനും തങ്ങളുടെ ഡിഫറൻസ് മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളെ. അപ്പോൾ റൊട്ടേഷൻ്റെ നോട്ട് ഞാൻ എഴുതിയായിരുന്നു, റവല്യൂഷൻ എന്നാൽ എന്തെന്ന് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് താണ്ടി ഇവിടെ കിടപ്പുണ്ട്. സിറ്റ് റൊട്ടേറ്റ് ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റ്, ദിസ് ഈസ് കാൾഡ് റവല്യൂഷൻ. ഇറ്റ് ടേക്ക് 365 1/4 days ഫോർ ദ, അതായത് എന്താ, ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായാണ് വ്യത്യസ്ത സീസണുകൾ അല്ലെങ്കിൽ ഋതുക്കൾ, സീസൺ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ, സീസൺ നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്ട് പരിക്രമണത്തിൻ്റെ ഫലമായി, റിസൾട്ട് ഓഫ് റൊട്ടേഷൻ, അത് ഒരു മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. സീസൺസ് ആർ എക്സ്പീരിയൻസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ റവല്യൂഷൻ ഓഫ് ദ എർത്ത്. പരിക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ വ്യത്യസ്ത സീസൺ, ഋതുക്കൾ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താ നിങ്ങളെ, അല്ല ഇംഗ്ലീഷ്, സീസണുകൾ അനുഭവപ്പെടുന്നത്. നമുക്ക് ഏതൊക്കെ സീസണുകളുണ്ട് നമുക്കറിയാമല്ലോ, ഏതാ, റെയിനി സീസൺ, വിൻ്റർ സീസൺ, സമ്മർ സീസൺ. അതൊന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങളെ. സീസണുകൾ പ്രധാനപ്പെട്ട 3 മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, കാലമുണ്ട്. അപ്പോൾ 23 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയാം, എന്താണ് ഈ സമ്മർ, 3 സീസണെ കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങളെ, എന്താണ് ഈ സമ്മർ സീസണും വിൻ്റർ സീസണും ഒക്കെ എന്താണ്. അപ്പം നമുക്ക് അതിന് മുമ്പേ ടെസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റിനകത്തിലെ നമ്മുടെ ഒരു അമ്മൂമ്മ ദ സീസണെ ഉണ്ടോ, ഒരു കണ്ടോ നിങ്ങളെ, 169 പേജ് ഇത് കണ്ടോ. ഇതെന്തോ ആ സംഭവം എന്ന് ഞാനങ്ങ് വായിച്ചു തരാം കേട്ടോ. എന്തോന്നറിയോ, എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തനുടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. സ്കൂൾ തുറക്കുമ്പം പണ്ട് മഴയായിരുന്നു നിങ്ങളെ, അതാ പറഞ്ഞത്. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷവും എത്തുന്നു. വൃശ്ചികം, ധനു മാസങ്ങൾ പ്രകൃതിയെ അതങ്ങ് തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം.
കുംഭം മീനം മേടം മാസത്തിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരളും. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതി ആ സമയത്ത് മനോഹരമാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ, നിറച്ച് കായ്കളൊക്കെ ആയിട്ടില്ലേ, ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാകുന്ന ആ സമയത്താണെന്നാണ്. മുത്തശ്ശിയുടെ ഈ അനുഭവം വായിച്ചല്ലോ. കുട്ടിക്കാലം മുതൽ തൻ്റെ ചുറ്റുപാടും ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി ഇവിടെ നമ്മളോട് പറഞ്ഞു അല്ലേ. ഇനിയും എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായത്? എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്? മഴ മാത്രമേ ഉണ്ടായല്ലോ. മഴ മാത്രമല്ല, അവിടെ എന്താ, പൂത്തൊലിഞ്ഞിരിക്കുന്ന പ്രകൃതി ഉണ്ടായി, ചൂട്, തണുപ്പ്, വരൾച്ച, മരങ്ങൾ ഇല പൊടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇവിടെ അങ്ങ് എഴുതണേ കേട്ടോ. ഓക്കെ, ഡു വി നോക്കിക്കേ. അടുത്തത് വിച്ച് സീസൺസ്, നമ്മളിപ്പോൾ പറഞ്ഞു സീസൺ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. റെയിനി സീസൺ അടുത്ത ബോക്സിനകത്തിൽ ഇതാണ്ട് ഇങ്ങനൊരു ബോക്സ് കണ്ടോ നിങ്ങളെ, കണ്ടോ? ഇതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സമ്മർ സീസൺ, റെയിനി സീസൺ, വിൻ്റർ സീസൺ, കണ്ടോ? അതാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കിയേ, വേനൽക്കാലം ആകുമ്പോൾ നിങ്ങൾ ഇതിനകത്തിലൊരു 3 മിനിമം പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് വരൾച്ചയാണ് അല്ലേ, ഡ്രോട്ട്, ഇംഗ്ലീഷ് അറിയണേ, ഡ്രോട്ട്, വരൾച്ച. ഹൈ ടെമ്പറേച്ചർ, വേനലാങ്കിൽ പിന്നെ ചൂടാ അല്ലെ, ആവിയ അല്ലെ, ഉയർന്ന താപനിലയായിരിക്കും. ജലാശയങ്ങളെല്ലാം വറ്റുന്നു. വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ്. എന്താ, ഡ്രോട്ട്, ഹൈ ടെമ്പറേച്ചർ, ജലാശയങ്ങൾ വറ്റുന്നു. ഇനി മഴക്കാലമാണെങ്കിലോ പുഴകൾ നിറഞ്ഞൊഴുകുന്നു, റിവർ ഓവർഫ്ലോ ആവുന്നു അല്ലേ. തണുപ്പ്, നല്ല കൂൾ നേച്ചർ, തണുത്ത അന്തരീക്ഷമായിരിക്കും അല്ലേ. മണ്ണെല്ലാം എന്ത് ചെയ്യുന്നു, സോയിൽ ഈസ് റൊട്ടിങ് എന്ന് വെച്ചാൽ മണ്ണെല്ലാം കുതിരുന്നു. അതുപോലെ മഞ്ഞുകാലമായല്ലോ കുഞ്ഞുങ്ങളെ, ട്രീസ് ആർ ഷെഡിങ് ദെയർ ലീവ്സ്, മരങ്ങൾ ഇല പൊഴിയാൻ തുടങ്ങുന്നു. മഞ്ഞുകാലത്താണ് ഇലകൾ പൊഴിയുന്നത്. അതുപോലെ ഫ്രോസൺ ലേക്ക്, ആലിപ്പഴം വീഴാൻ തുടങ്ങും. മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ആലിപ്പഴം വീഴുക എന്ന് പറയും, ഫ്രോസൺ ലേക്ക്. സ്നോഫാൾ, മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാത്തിലും 3 വീതം ഞാൻ കൊടുത്തിട്ടുണ്ട്. വിന്റർ, റെയിനി, സമ്മർ, 3 സീസണിലും 3 കാര്യങ്ങളും നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ സീസണ്. അടുത്തത് നമ്മുടെ നോക്കിക്കേ, നോക്കൂ നിങ്ങൾ അടുത്ത Through different seasons are experienced in the way in Kerala, they are experienced difference in other regions of the earth. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ചില കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് അല്ലെ സീസണൽ ചേഞ്ചിന് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾ അനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടേ, കോസസ് ഓഫ് എ സീസൺ ചേഞ്ച്, അത് ചോദിക്കുന്നതാണ് നിങ്ങൾ 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കോസസ് ഓഫ് എ സീസണൽ ചേഞ്ച്, ഋതുഭേദങ്ങൾക്ക് കാരണം എന്താണ്? നമ്മുടെ സീസൺ ചേഞ്ച് കാലാവസ്ഥ മാറാനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണം. സീസണ് കാരണം എന്തോ നിങ്ങളെ, സീസണൽ ചേഞ്ച് ആർ കോസ്ഡ് ബൈ ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ഫ്ലക്ച്വേഷൻ ഓഫ് ദ സോളാർ എനർജി റിസീവ്ഡ് ഓൺ ദി എർത്ത്. അത് ഒരു വരിയേ ഉള്ളൂ, മീൻസ് ഒരു സെൻറ്റൻസേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് പഠിക്കണം. നമ്മുടെ സീസൺ മാറുന്നതിന് കാരണം എന്താണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പരീക്ഷയ്ക്ക് ഞാൻ മുമ്പ് ചോദിച്ചല്ലോ, റൊട്ടേഷനും റെവല്യൂഷനും തമ്മിലുള്ള ചോദ്യം ഉറപ്പായിട്ടും 3 മാർക്കിന് കാണും കുഞ്ഞുങ്ങളെ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻസ് എന്താണ്? എർത്ത് സ്പിൻസ് ഓൺ 2 ആക്സിസ്, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. രാവും പകലും ഉണ്ടാകുന്നതിന്, അതായത് ഡേ ആൻഡ് നൈറ്റിന് കാരണം റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ ഓഫ് ദ എർത്ത് നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്ത് സ്പിൻസ് ഓൺ 2 ആക്സിസ്, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് റൊട്ടേഷൻ കൊണ്ടാണ് അല്ലേ. രാവും പകലും ഉണ്ടാകുന്നതും, അതായത് ഡേ ആൻഡ് നൈറ്റിന് കാരണവും റൊട്ടേഷൻ ആണ്. എന്നാൽ റെവല്യൂഷനോ, പരിക്രമണം, ഭൂമി സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ പരിക്രമണ പഥത്തിലോ സഞ്ചരിക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ആൻ എർത്ത് റൊട്ടേറ്റ് ദ എർത്ത് മൂവ് എറൗണ്ട് ദി സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റ്. ഇനി ഇത് റൊട്ടേഷൻ കൊണ്ടാവും നിങ്ങളെ നമ്മളിപ്പോൾ പറഞ്ഞ സീസൺ അല്ലേ. സീസൺ ചേഞ്ച് ചെയ്യുന്നതിന് കാരണം റൊട്ടേഷൻ കൊണ്ടാണ് കേട്ടോ. സീസൺ ഉണ്ടാകുന്ന എന്താണ്? റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഓക്കെ ആണോ? 26 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത നമ്മൾ വെതർ, കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം വെതർ നോക്കൂ നിങ്ങളെ ടെസ്റ്റിനകത്തിൽ ഇവിടെ ഓൾറെഡി അവർ തന്നിട്ടുണ്ട് ഇംഗ്ലീഷ്. വെദർ ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് അറ്റ് എ സർട്ടൺ ടൈംസ് ഇൻ ആൻ ഏരിയ. ഹ്യൂമിഡിറ്റി, ഹീറ്റ്, റെയിൻ, വിൻഡ്, ക്ലൗഡ്സ് എക്സെട്ര ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ സർട്ടൺ ടൈം ഇൻഫ്ലുവൻസ്ഡ് ദ വെദർ കണ്ടീഷൻസ്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് നമ്മുടെ അന്തരീക്ഷ
സ്ഥിതി നോക്കണേ നിങ്ങളെ, വെതറിന്റെ മലയാളം നോക്കണേ, ദിനാന്തരീക്ഷ സ്ഥിതി കേട്ടോ വെതർ. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പവും ചൂടും മഴ കാറ്റ് മേഘം തുടങ്ങിയവ ഈ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്ലൈമറ്റ്. എന്താ, ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് എന്താ കാലാവസ്ഥ. ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് ഡെയിലി വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഏരിയ ഓവർ എ ലോങ് പീരീഡ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ വെതർ ആൻഡ് ക്ലൈമറ്റ് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ വെതറും ക്ലൈമറ്റും ഒന്നാന്ന് പറയും, പക്ഷെ അല്ല കേട്ടോ, രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ. കാലാവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥ അല്ലേ, മീൻസ് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന വെതർ, അതാണ് കറക്റ്റ്. വെതർ ശരാശരി ആണ് എൻ്റെ എന്ത് പറയുന്നത് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അത് എഴുതിയെടുക്കണേ നിങ്ങൾ, അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. നോക്കണേ എന്താണ് വെതർ. ദിനാന്തരീക്ഷം എന്ന് വെച്ചാൽ വെതർ ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് അറ്റ് എ സർട്ടൻ ടൈം ഇൻ ആൻ ഏരിയ. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ ക്ലൈമറ്റ് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് ഡെയിലി വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഏരിയ ഓവർ എ ലോങ് പീരീഡ്. ഓക്കെയാണോ നിങ്ങളെ? അടുത്ത നോക്കിക്കേ, നമ്മൾ ഒരു ബോക്സിനകത്ത് ഒരു 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തോ പറയുക, ചൂട് കൂടുന്നു, സംസ്ഥാനത്തെ ജാഗ്രതാ നിർദ്ദേശം. ഹീറ്റ് റൈസസ് എന്ന് വെച്ചാൽ ഉയരുക എന്ന കൂടുക കേട്ടോ. റൈസസ് അലേർട്ട് ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തെ ജാഗ്രതാ നിർദ്ദേശം. പിന്നെന്താണ്, സ്നോഫാൾ എഗെയിൻ ദ ഹിമാചൽ ഹോളിഡേ ഫോർ സ്കൂൾസുകൾ. ഹിമാചൽ പ്രദേശിൽ വീണ്ടും മഞ്ഞുവീഴ്ചയായതുകൊണ്ട് സ്കൂളുകളെല്ലാം അവധി കൊടുത്തു എന്ന്. ഹെവി റെയിൻ, ഭയങ്കര മഴയല്ലേ, കനത്ത മഴ കൊണ്ട് ഓറഞ്ച് അലേർട്ട് ഇൻ 5 ഡിസ്ട്രിക്റ്റ്. നമുക്കൊക്കെ അല്ലയോ ഇവിടെ ഒരു അവധി, മഴ വരാൻ നോക്കിയിരിക്കുകയോ പത്തനംതിട്ട ജില്ലയ്ക്കോ ഓരോ ജില്ലയ്ക്കോ അവധി ഉണ്ടോ എന്നല്ലേ നോക്കൂ നിങ്ങളെ. ഹെവി റെയിൻസ് അല്ലേ, കനത്ത മഴയാണ്. എന്താ 5 ജില്ലയിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. ഓക്കെ, സ്ട്രോങ് വിൻഡ് ലൈക്ലി. ഫിഷർമാൻ വാണ്ട് എഗെയിൻസ്റ്റ് എന്താ വെഞ്ചുറിങ് ഇൻ ടു സീ എന്ന് വെച്ചാൽ ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഇതൊക്കെ എന്താ കൃത്യവും ശാസ്ത്രീയമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകമാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് എഴുതാനാ ചോദിച്ചത്. ഇതൊക്കെ നമുക്ക് ഓരോ അലർട്ട്, നമുക്ക് മുന്നറിയിപ്പ് തരത്തില്ലേ നിങ്ങളെ, അതാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി കാലാവസ്ഥയും ജനജീവിതവും, ക്ലൈമറ്റ് ആൻഡ് ദ ലൈഫ് ഓഫ് പീപ്പിൾ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. അതിനകത്തുള്ള വലിയ കാര്യമില്ല കേട്ടോ. അതൊക്കെ ഒരുപാട് നമുക്ക് വായിക്കാൻ ഒത്തിരി ഉണ്ട്, നമുക്ക് അത്രയും വായിച്ച് കരുതാം. അടുത്ത പാതിരാ സൂര്യന്റെ നാട് എന്ന് പറയുന്ന അതിൻ്റെ ഇപ്പുറത്തുണ്ടോ, ദ ലാൻഡ് ഓഫ് ദ മിഡ്നൈറ്റ് സൺ. കണ്ടോ, ഞാൻ ഈ ബോക്സ് നോക്കണേ നിങ്ങളെ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. നമുക്ക് നോർവേയെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലോ, നോർവേ പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നതാണ് എന്താ നോർവേ. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്താണ് ഈ നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ്. നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അവിടെ അറിയപ്പെടുന്നത് കേട്ടോ. നോർവേയെ കുറിച്ച് കേട്ടോ നിങ്ങൾ. എന്താ പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് നോർവേ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്താണ് ഈ നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിലെ 6 മാസത്തോളം എന്താ പകലായിരിക്കും. പിന്നോ 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമായിരിക്കും അനുഭവപ്പെടുന്നത്. നമുക്ക് എന്താ പകല് രാത്രി പകലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോവാം അല്ലേ. പക്ഷെ ഇവിടെ നോക്കി 6 മാസത്തോളം എന്താ പകലും 6 മാസം രാത്രിയും. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ. നോക്കൂ ഞാൻ അതിൻ്റെ തൊട്ട് താഴെ കുറേ കാര്യങ്ങൾ ഇന്യൂട്ടിനെ കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ ഇത് കണ്ടോ, എസ്കിമോസുകളും ഇഗ്ലൂസുകളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് ജനവാസം കുറഞ്ഞുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും നോക്കണേ. അവിടുത്തെ നോക്കണേ നിങ്ങളെ, മഞ്ഞ് മൂടിയ സ്ഥലത്തെ ഇടുന്ന ഡ്രസ്സുകളെ കുറിച്ചും ഒക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും. അവിടുത്തെ മൃഗങ്ങൾ ഏതൊക്കെയാണ്, അന്നേരം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ ആനിമൽസുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാം കേട്ടോ. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ദ പീപ്പിൾസ്, ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങളെ, ഫുഡ് വിയർ മെയ്ഡ് ഓഫ് എ ലെതർ ആൻഡ് എ ക്ലോത്ത് മെയ്ഡ് ഫോർ ഫർ. ഇറ്റ് ഈസ് എ കോമൺ സൈറ്റ് ടു വാച്ച് ദ ലോക്കൽ പീപ്പിൾസ് കാൾഡ് ഇന്യൂട്ട്സ് കേട്ടോ. ഇന്യൂട്ട്സ്. പിന്നെ
വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്ന സാധാരണ കാഴ്ചയാണ് കണ്ടോ. മൃഗങ്ങളാണ് അവിടുത്തെ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന ഏതൊക്കെയാണ്? പായല്, പന്നൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീല്, ഹിമക്കരടി തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ജീവജാലങ്ങൾ. ഈ ഇഗ്ലു ആണ് ഇവിടുത്തെ ഇഗ്ലു. ഇതറിയണേ കുഞ്ഞുങ്ങളെ. ഏണ്ട മഞ്ഞ് മൂടിക്കിടക്കുന്ന അവരുടെ വീടിൻ്റെ പേര് ഇഗ്ലു. കണ്ടോ, ഇഗ്ലു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് കണ്ടോ മഞ്ഞ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ധ്രുവ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഇന്യൂട്ട് അഥവാ എക്സ്കിമോസുകൾ എന്നാണ് പറയുന്നത്. മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണിത്. മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് ഇഗ്ലു കേട്ടോ. എസ്കിമോസ് എന്നൊക്കെ പറയും. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നോക്കിക്കേ, മരുഭൂമിയെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. മരുഭൂമി അത് ഞാൻ ഓടിച്ചിട്ടങ്ങ് പറയാം. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂമിയാണ് ഉഷ്ണമേഖലാ മരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നു എന്നൊക്കെ ഒത്തിരി പറയുന്നുണ്ട്. നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് ഡിസേർട്ട് മരുഭൂമിയെ കുറിച്ച് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഫിൻലാൻഡിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? ഇൻ ഫിൻലാൻഡ് വിന്റർ ഈസ് ലോങ്. ഫിൻലാൻഡിന്റെ ശൈത്യകാലം കൂടുതലാണ്. സദേൺ പാർട്ട് ഓഫ് ദ കൺട്രി ആർ കവേർഡ് വിത്ത് സ്നോ ഫോർ 3 or 4 months ഓഫ് ദ ഇയർ ആൻഡ് നോർത്തേൺ പാർട്ട് ഫോർ 7 months. രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ വർഷത്തിൽ 3-4 മാസവും വടക്കൻ ഭാഗങ്ങളിൽ 7 മാസവും മഞ്ഞ് മൂടിയിരിക്കുന്നതാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിനെ കുറിച്ച് ഒരു 2 വരി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണേ. ഇനി നമ്മൾ മരുഭൂമിയെക്കുറിച്ചാണ് നിങ്ങളെ. മരുഭൂമിയെക്കുറിച്ച് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ നിരത്തി അങ്ങ് എഴുതി തന്നേ ഉള്ളൂ. മഴ തീരെ അവിടെ കുറവാണ്. മണൽ കുന്നുകളാണ് അല്ലേ. മരുഭൂമിയെക്കുറിച്ചാണ്. രാത്രി താപം അവിടെ കുറവാണ്. പകൽ സമയത്ത് അപ്പം താപം കൂടുതലാണ്. വിശാലമായ മണൽപ്പരപ്പാണ് അല്ലേ. അപ്പം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? വെരി ലിറ്റിൽ റെയിൻ, മഴ കുറവാണ്. സാൻഡ് ഡ്യൂൺസ്, മണൽ കുന്നുകൾ. ലെസ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്, താപം കുറവാണ് അവിടെ. ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിങ് ഡേ, പകൽ സമയത്ത് ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. വൈഡ് സാൻഡി ഏരിയ, വിശാലമായ മണൽപ്പരപ്പായിരിക്കും. അത് ഈ ടെസ്റ്റിലെ ബോക്സ് ഫില്ല് ചെയ്യാനാണ് കേട്ടോ. മലയാളംകാരും മലയാളവും, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതിയെടുക്കണം. ഓക്കെ, അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് ആവും നിങ്ങളെ. ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേട്ടോ. അതും ഒരുപാട് വായിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തിലെ പ്രധാനപ്പെട്ടത് മാത്രം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം, അതിനകത്തിൽ ഈ ഒരെണ്ണമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ. കാലാവസ്ഥയിലെ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നോക്കിയേ. റൈസിങ് ഗ്ലോബൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ കേട്ടോ. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിക്കോ. റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ, ദ റൈസ് ഓഫ് ദ സീ ലെവൽ ആൻഡ് സുനാമി ഡിസാസ്റ്റർ, റെയിൻഫാൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫാൾ, ഡ്രോട്ട്, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. അല്ല മനസ്സിലായോ? അതായത് ആഗോള താപം ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, പിന്നെ കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും, പിന്നെ വരൾച്ച ഉണ്ടാകുന്നു, ഡ്രോട്ട് വരൾച്ച, ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നു. ഇതൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചസ് ആയിട്ട് എഫക്റ്റ് കേട്ടോ. ഇത് 5 മാർക്കിനും 3 മാർക്കിൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇവിടെ മേളിൽ കണ്ടോ നിങ്ങളെ 3 കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാ? നമ്മളെ ഒരു ദുരന്തമോ ഇല്ലയോ? ഏതൊക്കെയാണ് നിങ്ങളെ കാലാവസ്ഥാ ദുരന്തങ്ങൾ? കാലാവസ്ഥാ വ്യതിയാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം, വനനശീകരണം, കന്നുകാലി വളർത്തൽ, ഇതൊക്കെ ദുരന്തങ്ങളാണോ? മഞ്ഞുരുകുന്നത് കേട്ടോ. മഞ്ഞുരുകുന്നത്, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, വരൾച്ച, ഇതൊക്കെയാവും നിങ്ങളെ അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. വെള്ളപ്പൊക്കം, മഞ്ഞുരുകി വീഴുന്നത്, വെള്ളപ്പൊക്കം ഇത് കണ്ടോ നമ്മൾ അനുഭവിച്ചല്ലോ. വെള്ളപ്പൊക്കം, പിന്നെ മഞ്ഞുരുകുക, പിന്നെന്താ വരൾച്ച, പിന്നെ സൈക്ലോൺ അല്ലെ, ചുഴലിക്കാറ്റ് കണ്ടോ. ചുഴലിക്കാറ്റ് ഇതൊക്കെയാ കേട്ടോ. പടം കണ്ടിട്ട് എഴുതാൻ ചോദിക്കും കേട്ടോ. ഇതിൻ്റെയൊക്കെ മലയാളം അറിയാമോ? എന്തൊക്കെയായിരിക്കും മലയാളം അതിൻ്റെ? അതായത് സ്നോ മെൽറ്റ്, മഞ്ഞുരുക, ഡ്രോട്ട് വരൾച്ച, പിന്നെ ഹാരിക്കെയിൻ എന്നാണ്. എന്താ ഹാരിക്കെയിൻ എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റ്, ഫ്ലഡ് വെള്ളപ്പൊക്കം കേട്ടോ. അതൊക്കെ അങ്ങ് എഴുതണേ കുഞ്ഞുങ്ങൾ കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തീർന്നോ നോക്കിയാൽ നമുക്ക് അതിനകത്തിൽ എന്തായാലും ഒരുവിധമൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ പേജിൽ ഒരെണ്ണം കൊണ്ടേ, മെനി അൺസയൻറ്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് ക്ലൈമറ്റ് ചേഞ്ച്. അതുകൊണ്ട് ഇവിടെ കണ്ടോ നിങ്ങളെ ലാസ്റ്റ് ചേഞ്ച് ഫ്രം ദ പിക്ചർ ആൻഡ് കണ്ടോ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. അതായത് മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാണാറുണ്ട് അല്ലേ. അവ ഏതെല്ലാം വന്ന് ചിത്രങ്ങൾ നോക്കി എഴുതാൻ. ഏതൊക്കെയാ? വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് വന്ന വിഷവാതകങ്ങൾ, അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗങ്ങളും അവയുടെ വലിച്ചെറിയലും, ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ,
കേട്ടോ. ഏതെങ്കിലും ഒരു 3 പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ നിങ്ങൾ. ഏതെങ്കിലും ഒരു 3 പേര് പഠിച്ചു വെച്ചേക്കണേ. റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ, റൈസ് ഓഫ് ദ സീ ലെവൽ ആൻഡ് സുനാമി ഡിസാസ്റ്റർ, അതല്ല ടോക്സിക് ഗ്യാസ് എമിറ്റഡ് ഫ്രം ദ വെഹിക്കിള് കേട്ടോ. ഇംഗ്ലീഷുകാർ എങ്ങനെയാണ് നിങ്ങളെ ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം ദ വെഹിക്കിള്, ടോക്സിക് ഗ്യാസ് എമിറ്റഡ് ഫ്രം ദ ഫാക്ടറീസ്, പിന്നെ എക്സസീവ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് ദെയർ ഡിസ്പോസല് കേട്ടോ. ഇതൊക്കെ എങ്ങനെ എഴുതിയെടുക്കുക. പിന്നെ ഒരു ഹരിത കേരള മിഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹരിത കേരളം, ഇപ്പോൾ ഹരിത കേരളത്തിൻ്റെ ഉണ്ടല്ലോ ഹരിത കർമ്മസേനയെ കുറിച്ച്. ഹരിത കേരള മിഷൻ എന്ന് വെച്ചാൽ മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് കേട്ടോ. അതാണ്ട് ഇത് അതിന് എഴുതണ്ടല്ലോ, കാരണം മലയാളത്തിൻ്റെ ഇംഗ്ലീഷിലും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തം കൊടുത്ത് നോക്കും നിങ്ങളെ. ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. കാരണം ഈ പിന്നെ എന്താ എവിടെയാ നമ്മുടെ മരുഭൂമിയിലെ യാത്രകളെക്കുറിച്ച്, സഞ്ചാരത്തിനും ചരക്കുകൾ കൊണ്ടുപോകാനുമായിട്ട് മരുഭൂമിയിൽ എന്താ ഉപയോഗിക്കുന്നത്? ഒട്ടകത്തിനെയാണ് ഉപയോഗിക്കുന്നത്. യൂസിങ് ക്യാമൽ ഫോർ ക്യാരിങ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ കോമൺ സൈറ്റ് ഇൻ ഡിസേർട്ട്. അവിടെ ജനവാസം തീരെ കുറവാണ് കേട്ടോ. ദീസ് ഏരിയ ആർ ലെസ് പോപ്പുലേറ്റഡ്. ഫ്ലോറ ആൻഡ് ഫൗന എന്ന് വെച്ചാൽ സസ്യങ്ങളും ജന്തുക്കളെയും കുഞ്ഞുങ്ങളെ ഫ്ലോറ ആൻഡ് ഫൗന എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഏതൊക്കെയാണ് സസ്യങ്ങൾ? കാക്ടി, അക്കേഷ്യ, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങൾ കേട്ടോ. ഫ്ലോറ, അക്കേഷ്യ ആൻഡ് കോമൺ വെജിറ്റേഷൻ ഇൻ ദ ഡ്രൈ ലാൻഡ്. പിന്നെ മൃഗങ്ങൾ ഏതൊക്കെയാണ് അവിടുത്തെ? ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുകൾ, ചിലന്തികൾ, പല്ലികൾ തുടങ്ങിയവയാണ് ഇവിടെ മരുഭൂമിയിൽ കാണപ്പെടുന്നത്. ക്യാമൽ, ഡോങ്കി, ഹോഴ്സ്, ഫോക്സ്, സ്നേക്ക്, സ്കോർപിയോൺ, ലിസാർഡ് എക്സെട്ര ഫോം ദ ഫൗന ഹിയർ. അവിടുത്തെ ജന്തുക്കൾ ഏതൊക്കെയാണ്? ഫ്ലോറ ആൻഡ് ഫൗന. ഫ്ലോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങൾ, ഫൗന ജന്തുക്കൾ. അവിടുത്തെ മരുഭൂമിയിലെ ആഹാര രീതി എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? വീറ്റ്, മെയ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കേട്ടോ. ഇനി സൈഡ് എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ്, അത് നമ്മൾ മുമ്പ് പറഞ്ഞതല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈഡ് എഫക്റ്റ് നമ്മൾ പറഞ്ഞതാണ്, എന്നാലും എഴുതിക്കോട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ ഇതിനകത്തിലെ ബിഗസ്റ്റ് പ്ലാനറ്റ് വ്യാഴം, ജുപ്പിറ്റർ ആണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന മാർസ് ആണ്. മോർണിംഗ് സ്റ്റാർ എന്നും അല്ലെ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് വീനസിനെയാണ്. തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ് കേട്ടോ. നമ്മളപ്പം ഈ ചാപ്റ്ററിൽ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നമ്മളെല്ലാ ക്വസ്റ്റ്യൻ ആൻസറും 1 വേർഡും 4 മാർക്കിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ എഴുതിയെടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ താങ്ക് യു.